പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. എന്റെ റബ്ബ് അല്ലാഹുവാണെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, എന്റെ ദീൻ ഇസ്ലാമായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ, എന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ മൂന്ന് നേരം, വൈകുന്നേരം 3 നേരം ഒരാൾ പറഞ്ഞാൽ, ഹഖ്ഖുൻ അലല്ലാഹി അയ്യുർളിയഹു യൗമൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്തിലെത്തിയാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ചെയ്തു കൊടുക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഖൽബ് കൊണ്ട് പറയണമെന്നാ പറഞ്ഞത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ്യാ. പറയൂ മുഅ്മിനീങ്ങളെ, ഒന്നിച്ച് ഖൽബ് കൊണ്ട് അർത്ഥം മനസ്സിലാക്കി പറയണം. റളീതു ബില്ലാഹി റബ്ബാ. പറയൂ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്നതിൽ എനിക്കെന്തെന്നില്ലാത്ത ആത്മാഭിമാനമുണ്ട്. വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതം ഇസ്ലാമായതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞാനതിൽ സന്തോഷിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യാ, എന്റെ പ്രവാചകൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടിയതിൽ ഞാൻ വലിയ ഭാഗ്യവാനാണെന്ന് ഖൽബ് കൊണ്ട് അർത്ഥം മനസ്സിലാക്കി ഒരാൾ രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലിയാൽ, അല്ലാഹു എന്താണോ പാരത്രിക ലോകത്തെത്തിയാൽ മഹ്ശറിലെത്തിയാൽ അയാൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം അല്ലാഹു ചെയ്തു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഹഖ്ഖുൻ അലല്ലാഹി അയ്യുർളിയഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളെ സന്തോഷിപ്പിക്കൽ അല്ലാഹുവിന് നിർബന്ധമായ കടമയാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഖബറിലെത്തിയാൽ എന്താ നിങ്ങൾക്ക് സന്തോഷം? നല്ലൊരു AC സംവിധാനമുള്ള ഖബർ, വിശാലമായ ഖബർ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാൻ പറ്റിയ ഖബർ, അല്ലേ? വേദനകളില്ലാത്ത, ഇരുട്ടില്ലാത്ത, ശിക്ഷയില്ലാത്ത ഖബറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്തു തരൽ അല്ലാഹുവിന്റെ കടമയാണ്. നാളെ മഹ്ശറാലോകത്തേക്ക് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. ഖബറിൽ നിന്ന് ആളുകളെല്ലാം കൂട്ടം കൂട്ടമായി മഹ്ശറിലേക്ക് പോകുന്നൊരു ദിവസം വരാനുണ്ട്. യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതാ, കൂട്ടം കൂട്ടമായി ആളുകൾ മഹ്ശറിലേക്ക് പോകുന്നുണ്ടെന്നതിൽ യുറൗ അഅമാലഹും, അവരുടെ അമലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഖബറിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകുന്നത്? മഹ്ശറിലേക്ക് പോകുന്നത്. അങ്ങനെ മഹ്ശറിലേക്ക് പോകുമ്പോൾ തന്നെ പല രീതിയിലാണ് ആളുകൾ പോകുന്നത്. ജീവിതത്തിൽ ചെയ്ത നന്മകളാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി, വളരെ മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകൾ ഇഴഞ്ഞിഴഞ്ഞ് മൂക്കുകുത്തി നിലത്തുകൂടെ വലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യവും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ പണ്ഡിതന്മാരും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ കടന്നു പോകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ആ ദിവസം നിങ്ങളെ സന്തോഷിപ്പിക്കണ്ടേ? ആ ദിവസത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കൽ അല്ലാഹുവിന്റെ കടമയാണ്. പക്ഷെ എന്തു ചെയ്യണം? രാവിലെയായാലും വൈകുന്നേരമായാലും സുബഹിയായാലും മഗ്രിബായാലും റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഖൽബ് കൊണ്ട് പറയണം, അർത്ഥം മനസ്സിലാക്കി പറയണം. വെറുതെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ അർത്ഥമറിയാതെ ഖൽബിൽ ഉൾക്കൊള്ളാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മഹ്ശറയിലേക്ക് എത്തിയാൽ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടാണല്ലോ, ആർക്കാ അതറിയാത്തത്? നെരിയാണി മുതൽ മുട്ടുവരെ, ഊര വരെ, ചെസ്റ്റ് വരെ, മൂക്കറ്റം വരെ വിയർത്തു കുളിക്കുന്ന സാഹചര്യത്തില് എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അർശിന്റെ തണലാണോ? അത് ചെയ്തു തരൽ അല്ലാഹുവിന്റെ നിർബന്ധമായ കടമയാണ്.
നിങ്ങൾക്ക് ഹൗലുൽ കൗസറിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണോ? അത് ചെയ്തു തരാൻ അള്ളാഹുവിന്റെ കടമയാണ്. വലത് കയ്യിൽ കിതാബാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് ചെയ്തു തരൽ അള്ളാഹുവിന്റെ കടമയാണ്. നന്മയും ചിന്മയും തൂക്കി നോക്കുന്ന ആ തുലാസ് നന്മ തൂങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നന്മയ്ക്ക് ഭാരമുണ്ടാവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതും ചെയ്തു തരൽ അള്ളാഹുവിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കടന്നു പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതും മിന്നൽ വേഗതയിൽ കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കി തരേണ്ടത് അള്ളാഹുവിന്റെ കടമയാണ്. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതും ചെയ്തു തരൽ അള്ളാഹുവിന്റെ കടമയാണ്. സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ മഹാന്മാരായ പ്രവാചകന്മാരുടെ സ്വഹാബാക്കളുടെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ കൂടെ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ അവരുടെ കൂടെ ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതും ചെയ്തു തരൽ അള്ളാഹുവിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെയായാൽ റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവേ എന്റെ റബ്ബ് നീയായതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് എന്ന് ഖൽബ് കൊണ്ട് പറയണം മുഅ്മിനീങ്ങളെ. എന്റെ ഇസ്ലാം അഥവാ ഞാനൊരു മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്കൊരു മുസ്ലിമായി ജനിക്കാൻ നീ അവസരം നൽകിയല്ലോ അല്ലാഹ്. മുഹമ്മദിൻ നബിയാ, 1,00,000 ചില്ലാനും പ്രവാചകന്മാരുണ്ടായിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകത്തേറ്റവും ശ്രേഷ്ഠനായ പരിപൂർണനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തായി ജനിക്കാൻ എനിക്ക് അവസരം തന്നുവല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് 3 തവണ എല്ലാ ദിവസവും ചൊല്ലാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല പാരത്രിക ലോകത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നിങ്ങൾ വിചാരിക്കും ഇത്ര എളുപ്പമാണ് സ്വർഗം അല്ലെ? ഇത് എല്ലാ ദിവസവും ആർക്കാ പറയാൻ കഴിയാത്തത്? അങ്ങനെ ചിന്തിക്കുന്നില്ല നിങ്ങൾ? ഇത് ആർക്കാ പറയാൻ കഴിയാത്തത്? ഇത് ഇത്ര എളുപ്പല്ലേ? എന്നാൽ ഇത് സ്ഥിരമായി ചൊല്ലുന്നവരൊന്ന് കൈപ്പൊക്കെ, വർഷങ്ങളായിട്ട് സ്ഥിരമായി ചെല്ലുന്നവരൊന്ന് കൈപ്പൊക്കെ, ഒന്ന് പൊക്കിയിട്ട് താഴ്ത്തിക്കോ. പൊക്കാൻ വേണ്ടിണ്ടെങ്കിൽ താഴ്ത്തിക്കോടെ. രണ്ടാളെ പിത്തറ സദസ്സ് രണ്ടാളാ പൊക്കിയത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ചൊല്ലാണോ, അല്ല നിങ്ങളൊന്ന് ഖൽബ് കൊണ്ട് പറയാറുണ്ടോ? ഇത് ഖൽബ് കൊണ്ട് പറഞ്ഞാലുള്ള നേട്ടം എന്താണ്? ഒരാൾ റളീതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബ് നീയായതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ അയാൾക്ക് കഴിയുമോ മുഅ്മിനീങ്ങളെ? കഴിയോ? അള്ളാന്റെ റബ്ബാണല്ലോ എന്നതിൽ വലിയ സന്തോഷാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ കഴിയോ? പഠിച്ചോന് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ കഴിയോ? എന്റെ മതം ഇസ്ലാമാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങൾ ഖൽബ് കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാം കൽപ്പിക്കാത്തത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കഴിയോ? ഇസ്ലാം എനിക്ക് മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരാള് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യോ? ചെയ്യില്ല. അതുകൊണ്ട് ഖൽബ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞത്. ഖൽബ് കൊണ്ട് പറയുന്ന ഒരാൾക്ക് ഇസ്ലാം കൽപ്പിക്കാത്തത് ചെയ്യാൻ കഴിയൂല. പിന്നെയോ മുഹമ്മദിൻ നബിയാ, എന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബിനോട് എതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അർത്ഥം മനസ്സിലാക്കി ഖൽബ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞത്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ. ഇനി നാളത്തെ പ്രഭാതം മുതൽ ഇന്നത്തെ രാത്രി മുതൽ തന്നെ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇത് ചൊല്ലാൻ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ചൊല്ലി കഴിഞ്ഞാലുള്ള നേട്ടം എന്തെന്നറിയോ? മഹ്ശറയിലൂടെ പഠിച്ചവനോട് നമുക്ക് ചോദിച്ചു വാങ്ങാം. എന്തേ? ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണല്ലോ. അല്ലാഹ് നീ പറഞ്ഞതല്ലാത്ത ഒരു വാക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലല്ലോ. നീ പറഞ്ഞതല്ലേ നബിച്ചങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചു തന്നത്, അതല്ലേ ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങിയത്. എന്നിട്ടും എന്തേ ഞങ്ങൾ അപകടത്തിൽ എന്ന് അല്ലാഹുവിനോട് ചോദിക്കാൻ നമ്മൾക്ക് അവകാശമുണ്ട്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു തആല നമ്മുടെ വാക്കൊരിക്കലും അല്ലാഹുവിന്റെ വാക്കൊരിക്കലും അല്ലാഹു തെറ്റിക്കൂല എന്നാ പറഞ്ഞത്. വിശ്വാസ വഞ്ചനയില്ല അവിടെ.
കരാറ് ലംഘനമില്ലവിടെ. അള്ളാഹു വാക്ക് തന്നാൽ വാക്കാണ്. അതുകൊണ്ട് ധൈര്യമായി മഹ്ശറയിലേക്ക് കടന്നു പോകാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക. എന്താണ് നമ്മൾക്ക് ഏറ്റവും ഉറപ്പുള്ളത്? ജനിച്ചവരൊക്കെ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. വേറെ ഉറപ്പ് നമ്മൾക്ക് പറയാൻ കഴിയില്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരം ആരുടെ കൈകളിലാണോ അവനാണ് പരിശുദ്ധൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് നമ്മളിൽ ആരാണ് നല്ലവൻ എന്ന് പരിശോധിക്കാനാണ്. അല്ലാഹുവിന് വേണമെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകളെയും അല്ലാഹു പറഞ്ഞു, ലൗ അന്ന ഇൻസകും വജിന്നകും വഅവ്വലകും വആഖിറകും. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുവർഗങ്ങളും ഫീ സഈദിൻ, വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി അവരുടെ സർവ്വ ആവശ്യങ്ങളും എന്നോട് ചോദിച്ചാൽ ഞാൻ അവർ ചോദിക്കുന്നതൊക്കെ അവർക്ക് നൽകുകയും ചെയ്താൽ, എന്റെ അടുക്കൽ നിന്ന് ഒരു സമുദ്രത്തിലേക്ക് സൂചി പ്രവേശിപ്പിച്ച് അത് ഉയർത്തുമ്പോൾ ആ സൂചിയിൽ നിന്ന് ഇറ്റി വീഴുന്ന ആ വെള്ളത്തുള്ളിയോടെ അത്ര പോലും എന്റെ ഖജനാവിൽ നിന്ന് കുറയൂല എന്നല്ലാഹു പറഞ്ഞതായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യം മനസ്സിലായി. ഒന്ന്, ഭൂമിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടല്ല. അങ്ങനെയാണെങ്കിൽ മഹ്ശറയിൽ സ്ഥലം ഉണ്ടാവില്ല. മഹ്ശറ 2-3 ഘട്ടമാക്കേണ്ടി വരും, സ്ഥലമില്ലാത്ത പ്രശ്നമാണെങ്കിൽ. അപ്പൊ അതല്ല, അള്ളാഹുവിന് ജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കഴിയാഞ്ഞിട്ടില്ല. അള്ളാഹു അതിനുള്ള പരിഹാരവും കാരണവും പറഞ്ഞു തന്നു. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ഒരാൾ ജനിക്കുന്നു ഒരാൾ മരിക്കുന്നു, ഒരാൾ ജനിക്കുന്നു ഒരാൾ മരിക്കുന്നു, ഇങ്ങനെ ഒരു പ്രതിഭാസം? ഇദർ ജിന്ദഗി കാ ദുൽഹൻ ബനേഗാ ഉദർ ജിന്ദഗി കാ ജനാസ ഉഠേഗാ. ഒരു സ്ഥലത്ത് പുതുമണവാളൻ മണിയറയിലേക്ക് പോകുമ്പോ മറ്റൊരു സ്ഥലത്ത് മണ്ണറയിലേക്ക് പോവുകയാണ്. ഒരു നാട്ടിൽ തന്നെ ഒരാൾ മണിയറയിലേക്ക് പുതിയ ഒരു ജന്മത്തിന് നാന്ദി കുറിക്കാൻ പോകുമ്പോ മറ്റൊരാൾ ജീവിതം അവസാനിച്ച് മണ്ണറയിലേക്ക് പോവാണ്. ഒരൊറ്റ ഒരു നാട്ടിൽ ഒരൊറ്റ ഒരു കുടുംബത്തിൽ ഒരേ ഒരു ദിവസം സംഭവിക്കാറില്ലേ? എന്തിനാണ് അല്ലാഹു മരണവും ജീവിതവും അല്ലാഹു സൃഷ്ടിച്ചത്? الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ്. ആരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല നന്മ ചെയ്യുന്നവൻ? പരീക്ഷകൾ നടക്കുന്നു നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും മദ്രസകളിലും. എന്തിന്? ആരാണ് ഏറ്റവും നന്നായി പഠിച്ചവൻ? കളിച്ചവനാരാ പഠിച്ചവനാരാ എന്നറിയാൻ വേണ്ടിയിട്ട്. 30 പേരാണ് ഒരു ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും ഒരുപോലെയാണ് അധ്യാപകന്മാർ ക്ലാസ് എടുക്കാറുള്ളത്. പിന്നെന്തിനാ ഒരു പരീക്ഷയുടെ ആവശ്യം? ആ പരീക്ഷ ഈ ഒരു വർഷക്കാലം പഠിച്ചവരെല്ലാം അല്ലാഹു കണക്കാക്കി നോക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. فمن زحزح عن النار وأدخل الجنة. ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ആരാണ്? ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിലെത്താൻ അവസരം ലഭിക്കുന്നവനാരാണ്? ഫഖദ് ഫാസ്. അവരാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കാനാണ്. അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
സ്വർഗത്തിലെത്താനുള്ള ചില വഴികൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കാൻ നമ്മൾക്ക് കഴിയും. മുഅ്മിനീങ്ങളെ, ഒന്നാമതായി നമ്മളൊക്കെ ചെയ്യാറുള്ള അമൽ തന്നെയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട, ഉപകരിക്കുന്ന വളരെ മഹത്തായ വിഷയമാണിത്. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. പക്ഷേ നമ്മൾക്ക് അശ്രദ്ധ മൂലം ചെയ്യാൻ കഴിയുന്നില്ല. നാളെ നമ്മളാരും ഖേദിക്കാൻ പാടില്ല. യാ ഹസ്റത അലാ മാ ഫറത്. അല്ലാഹുവേ, ഞാൻ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ അമലുകളെ ഓർത്ത് ഖേദിക്കുന്നുവല്ലോ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ നമ്മളാരും ഖേദിക്കാതിരിക്കാൻ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഈ അമലുകൾ ചെയ്താൽ തന്നെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗ്ഗം അല്ലാഹു നമ്മൾക്ക് നൽകും. ഒന്നാമതായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ. എല്ലാ 5 നേരത്തെ ഫർള് നിസ്കാര ശേഷം ഒരാൾ ആയത്തുൽ കുർസി സ്ഥിരമായി ഓതാറുണ്ടെങ്കിൽ ലം യംനഉ മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്. അയാൾ സ്വർഗ്ഗത്തിലെത്താൻ ആകെ തടസ്സമുള്ളത് മരണം മാത്രമാണ്. അയാളെ സ്വർഗ്ഗത്തിലെത്താൻ ആകെ തടസ്സമുള്ളത് മരണം മാത്രമാണ്. അഥവാ മരിച്ചാൽ ഉടനെ അയാൾ സ്വർഗ്ഗത്തിലാണ്. മരിക്കാതെ ഒരാൾക്ക് ജീവനോടെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയില്ലല്ലോ. അപ്പൊ 5 നേരത്തെ നിസ്കാരം ഒന്നാമതായി നിർവഹിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഈ സദസ്സിൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് മനസ്സിരുത്തി ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങൾ ആലോചിക്കണം. സഹോദരിമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. നബി തങ്ങൾ പറയുന്ന ഹദീസ്, മൻ സറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ. ഒരാൾക്ക് ഈമാൻ സലാമത്തായി സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ച് മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, മൻ സറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ, ഒരാൾക്ക് മുസ്ലിമായി മരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫല്യുഹാഫിൽ അലാ ഹാദിഹി സ്വലവാതി ഹൈസു യുനാദാ ബിഹിന്ന. ഈ 5 നേരത്തെ നിസ്കാരം എവിടെ നിന്നാണോ നിങ്ങളെ വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, മുസ്ലിമായി മരിക്കാൻ വേണ്ടി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ, അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് നൽകുകയും ഞങ്ങളെ മുസ്ലിമാക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്ത് ഏതാ? ഞങ്ങൾക്ക് സൗണ്ട് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓഡിയോ കേൾക്കുന്ന ആൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ഏതാ? നിങ്ങൾ ആലോചിച്ച്, ഒരാൾ ആലോചിച്ച്, ഒരാൾ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്താണ്. മാഷാ അല്ലാഹ്, 5 വക്ത് നിസ്കാരം അദ്ദേഹത്തിന് അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരാൾ പറയും, ഒരാളുകൾക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും. മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് മാഷാ അല്ലാഹ്. പിന്നെ മുസ്ലിമായിട്ട് മരിച്ചിട്ടില്ലല്ലോ, മരിക്കേണ്ടത്രല്ലേ? മാഷാ അല്ലാഹ്, മുസ്ലിമായിട്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കാണുന്ന ആരോഗ്യവും ആഫിയത്തൊക്കെ തന്നത് വലിയൊരു നിഅമത്തല്ലേ? ഓ, ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ആവുക തന്നെയാണ്. അല്ലാഹു നമ്മൾക്ക് നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് മുസ്ലിമാണ്. നമ്മൾ എന്തുകൊണ്ട് മലയാളികളായി? എന്തുകൊണ്ട് മലയാളികളായി? നിങ്ങൾ പറ. നമ്മൾ എന്താ ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കാത്തത്? കേരളത്തിൽ ജനിച്ചത് കൊണ്ടല്ല, നമ്മുടെ മാതാപിതാക്കൾ മലയാളികളായതുകൊണ്ട്. കേരളത്തിൽ ഇപ്പോൾ മദാമ്മമാർ വന്നിട്ട് ജനിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുക. വെരി ഗുഡ്. അപ്പൊ മലയാളികളായി നമ്മുടെ മാതാപിതാക്കൾ മലയാളികളായതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നു. നിങ്ങളെ ഭാഷ എൻ്റെ ഭാഷ നല്ല ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? നിങ്ങൾ പിന്നെ ഏകദേശം തമിഴ്നാടിൻ്റെ ബൗണ്ടറിയിൽ ഇത് കുറച്ചങ്ങോട്ട് പോയാൽ അല്ലേ, ഊട്ടിയൊക്കെ പോകാനുള്ള വഴിക്കടവിലൊക്കെ എത്തിയാൽ
അപ്പോൾ ഞാൻ കാസർഗോഡ് കർണാടകയുടെ ബൗണ്ടറിയാ. അപ്പോൾ എൻ്റെ ഭാഷ ഒരു കർണാടക ചുവയും നിങ്ങളുടെ ഭാഷ ചെറിയൊരു തമിഴ് ചുവ ഉണ്ടായേക്കെ എനിക്കറിയില്ല. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഞാൻ ഇങ്ങനെ? എൻ്റെ ഉമ്മ കാസർഗോട്ടുകാരാണ്, എൻ്റെ ഉപ്പ കാസർഗോഡാണ്, നിങ്ങൾ മലപ്പുറം ജില്ലയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഷ അതായി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്ത്? നമ്മൾ മലയാളികളായത് മാതാപിതാക്കൾ മലയാളികളായതുകൊണ്ട്. നമ്മൾ മുസ്ലിം ആയതോ എന്തുകൊണ്ട്? മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായതുകൊണ്ട്. അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്നിട്ട് ആലോചിച്ചിട്ടുണ്ടോ, എനിക്കൊരു മുസ്ലിം ആവാൻ ഭാഗ്യം കിട്ടിയല്ലോ, എന്തൊരു ഭാഗ്യവാനാണ് ഞാൻ? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിമായി മരിക്കലാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണല്ലോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമീങ്ങളിൽ നീ എന്നെ ചേർക്കണേ അല്ലാഹ്, മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ നമ്മളും അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ, ഞങ്ങളുടെ ലക്ഷ്യം മുസ്ലിമായി ഈമാൻ സലാമത്തായി മരിക്കലാണെന്ന് ദുആ ചെയ്യണം. അങ്ങനെ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാനുള്ള ഒരു അവസരം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, മൻ സർറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ, ഒരാൾക്ക് മുസ്ലിമായിട്ട് മരിക്കണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ ഫൽയുഹാഫിൽ അലാ ഹാദിഹി സ്വലവാത്ത്, 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പള്ളിയിലേക്ക് എത്തണം. ബാങ്കിന്റെ വിളി കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്, ഇളവുണ്ട്. ബാങ്കിന്റെ വിളി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മഹല്ലത്തുകളിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം. യാത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇളവുണ്ട്. നിങ്ങൾ യാത്ര പോവാൻ കോഴിക്കോട്ടേക്ക്, കാസർഗോട്ടേക്ക്, കണ്ണൂരേക്ക്, അല്ലെങ്കിൽ മലപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഊട്ടിയിലേക്കൊക്കെ നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് പോയില്ലെങ്കിൽ ബാഹു നിങ്ങളെ ചോദ്യം ചെയ്യൂല, യാത്രക്കാരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മഹല്ലിന്റെ പരിധിയിലാണെങ്കിൽ ബാങ്കിന്റെ വിളി നിങ്ങളുടെ വീട്ടിലേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ജമാഅത്തിനെത്തിയിരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാത്തവരൊക്കെ മുനാഫിഖീങ്ങളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ബാങ്കിന്റെ വിളി കേട്ടിട്ടും മഹല്ലിന്റെ പരിധിയിലുണ്ടായിട്ടും പള്ളിയിലേക്ക് ജമാഅത്തിന് പോവാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് മുനാഫിഖിന്റെ അടയാളമാണ്. മുനാഫിഖീങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടാണ് മുനാഫിഖീങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, നരകത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താണ്? ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീജ്വാലകൾ എന്ന് പറയുന്നത് ദുനിയാവിലുള്ള തീയിനെക്കാളും 70ഓളം ഇരട്ടി ഗാംഭീര്യമുള്ളതാണ്, ശക്തിയുള്ളതാണ്. സാധാ നരകത്തിന്റെ തീയിന്റെ ഗൗരവമാണിത്. എന്നാൽ നരകത്തിലെ ഏറ്റവും കാഠിന്യമേറിയ നരകമെന്ന് പറയുന്നത് 70ാമത്തെ ഏറ്റവും അടിത്തട്ടാണ്. അവിടെയാണ് ഏറ്റവും കാഠിന്യമുള്ളത്, അവിടെയാണ് ഏറ്റവും പ്രയാസമുള്ളത്. അവിടെയാണ് അല്ലാഹു മുനാഫിഖീങ്ങൾക്ക് നൽകുന്നത്. ആരാണ് മുനാഫിഖീങ്ങൾ? മുനാഫിഖീങ്ങൾ മുസ്ലിമീങ്ങളാണ്, പക്ഷേ കപട വിശ്വാസികളാണവർ. ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ നുണ പറയുന്നവൻ മുനാഫിക്കാണ്. വഇദാ വഅദ ഖലഫ, വാക്ക് നൽകിയാൽ ലംഘിക്കുന്നവൻ മുനാഫിക്കാണ്. വഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ വഞ്ചിക്കുന്നവനും മുനാഫിക്കാണ്. മുസ്ലിമീങ്ങളായ കപട വിശ്വാസികൾക്കാണ് അല്ലാഹു ബഹുദൈവ വിശ്വാസികൾക്ക് നൽകുന്നതിനേക്കാളും ശക്തമായ ശിക്ഷ നാളെ പാരത്രിക ലോകത്ത് നൽകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? അവർ ചതിയന്മാരാണ്.
അവർ ചതിയന്മാരാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ ആശയം എത്താഞ്ഞിട്ടാണ്, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് അവസരം ലഭിക്കാഞ്ഞിട്ടാണ്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഇസ്ലാം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകളെ ഇസ്ലാമിന്റെ മാധുര്യം നുകർന്നവരാണവർ, ഇസ്ലാമിന്റെ ആശയം മനസ്സിലാക്കിയവരാണവർ. എന്നിട്ടും പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ ആശയം ഉൾക്കൊള്ളാതെ സംസാരിക്കുമ്പോൾ നുണ പറയുന്നവർ, വാക്ക് നൽകിയാൽ വാക്ക് ലംഘിക്കുന്നവർ, വിശ്വാസ വഞ്ചന നടത്തുന്നവർ, ഇവരെല്ലാം മുനാഫിക്കീങ്ങളുടെ അടയാളമുള്ളവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ബാങ്ക് വിളിക്കുമ്പോൾ നാട്ടിലുണ്ടായിരിക്ക ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്തവർ മുനാഫിക്കീങ്ങളുടെ അടയാളമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ മുനാഫിക്കീങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഗൗരവമായ ശിക്ഷയായിരിക്കുമെന്ന് അല്ലാഹു തആല പറയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് പേടിക്കാനുണ്ട്, ഒരുപാട് ഭയക്കാനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന്, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ വീഴാതെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തോട് ചില ബാധ്യതയുണ്ട്, നമ്മൾക്ക് നമ്മുടെ ശരീരത്തോട് ഹക്കുണ്ട്, കടപ്പാടുണ്ട്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, രാത്രി ഉറങ്ങാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണ്ട, രാത്രി ഉറങ്ങാതെ നിങ്ങൾ നിസ്കരിക്കണ്ട, രാവിലെ മുഴുവനും നിങ്ങൾ നോമ്പെടുക്കണ്ട, ഭാര്യമാരെ സമീപിക്കാതെ, കല്യാണം കഴിക്കാതെ, പൗരോഹിത്യം ഇവിടെ വേണ്ട എന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ടാണിത്? രാത്രി ഉറങ്ങാത്തവന്റെ ശരീരം ക്ഷീണിച്ചു പോകും. കാരണം ശരീരത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി രാത്രിയെ അല്ലാഹു നമ്മൾക്കൊരു വസ്ത്രമാക്കിയിട്ടല്ലേ തന്നത്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി, രാവിലത്തെ ഹാങ് ഓവറൊക്കെ തീർക്കാൻ വേണ്ടി അല്ലാഹു നമ്മൾക്ക് തന്നതല്ലയോ ഈ രാത്രി? ആ രാത്രിയും നിങ്ങൾ ആ ഇബാദത്ത് ചെയ്താൽ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾക്ക് അല്ലാഹു തആല പിറ്റേ ദിവസം രാവിലെ ആരോഗ്യം നൽകുന്നത്? അതുകൊണ്ട് ഉറക്കൊഴിച്ചിട്ടുള്ള ഇബാദത്ത് വേണ്ട, മുഴുവൻ ഉറക്കൊഴിക്കുക. എന്താ ഇസ്ലാം പഠിപ്പിച്ചത്? 2/3 ഭാഗം നിങ്ങൾ ഉറങ്ങണമെന്ന. നിങ്ങൾ എന്തു ചെയ്യണം? വളരെ ഇശാ നിസ്കാരത്തോടനുബന്ധിച്ച് നിങ്ങൾ കിടന്നുറങ്ങിയാൽ അവസാന ഭാഗത്ത് നിങ്ങൾ എണീക്കണം. 2/3 ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾ എണീക്കണമെന്നാ പറഞ്ഞത്. അതവരെ 9 മണിയാകുമ്പോഴേക്കും നിങ്ങൾ കിടന്നുറങ്ങിയാൽ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി ഒരു 4 മണിയാകുമ്പോഴേക്കും നിങ്ങൾ എണീക്കണമെന്നാ പറഞ്ഞത്. മുഴുവനായിട്ട് കിടന്നുറങ്ങാനല്ല, എന്നാൽ തീരെ ഉറങ്ങാതിരിക്കണമെന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് കടപ്പാടുണ്ട്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതേപോലെ രാവിലെ മുഴുവനും പട്ടിണി കിടക്കേണ്ട. ജീവിതത്തിൽ ചില ആസ്വാദനങ്ങളുണ്ട്, ഹലാലായ എന്റർടൈൻമെന്റ് ഉണ്ട്. അതൊന്നുമില്ലാതെ സ്ഥിരമായി നോമ്പെടുത്ത് ജീവിക്കണ്ട എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാതെ, ലൈംഗികമായ ആസ്വാദനങ്ങളില്ലാതെ, അനുവദനീയമായ ആസ്വാദനങ്ങളില്ലാതെ നിങ്ങൾ ഭാര്യമാരിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് കടപ്പാടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ശരീരത്തെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ നമ്മൾ തന്നെ കാരണക്കാരാവാൻ പാടില്ല. എന്തുകൊണ്ടാ കഞ്ചാവടിക്കരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ കള്ളു കുടിക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മോഷണം നടത്തരുത് എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, കഞ്ചാവും ലഹരിയും മയക്കുമരുന്നുമെല്ലാം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുമെന്ന് നമ്മൾക്കറിയില്ലേ? പുകവലിക്കുന്നത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുമെന്ന് നമ്മൾക്കറിയില്ലേ? അള്ളാഹു നമ്മൾക്ക് തന്ന ഈ മഹത്തായ ശരീരത്തെ എന്തിനാണ് നമ്മൾ നശിപ്പിക്കുന്നത്? അത് നശിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ലഹരി ഉപയോഗിക്കുന്നത് ഹറാമാണ്. നിങ്ങളുടെ ശരീരത്തെ അത് നശിപ്പിച്ചു കളയും എന്നതുകൊണ്ട് തന്നെ, നിങ്ങളുടെ ബുദ്ധിയെ അത് നശിപ്പിച്ചു കളയും എന്ന കാരണത്താൽ തന്നെ, അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു, മോഷണം നടത്തരുത്. സാമ്പത്തികമായി മറ്റൊരാളുടെ സമ്പാദ്യങ്ങളെ നമ്മൾ അപഹരിക്കരുത്. കാരണം ചെറിയ ഒരു രൂപയാണെങ്കിൽ വരെ, ഒരു ചെരുപ്പിന്റെ വാറാണെങ്കിൽ വരെ, ലതസ്തഇലു അലൈഹി നാറാ,
നാളെ മഹ്ശറാ ലോകത്തെത്തിയാൽ നരകത്തിന്റെ തീജ്വാലകളായി നമ്മൾ മോഷ്ടിച്ച ഒരു നാണയം പോലും നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ചെരുപ്പിന്റെ ഒരു വാറാണെങ്കിൽ വരെ, ഒരു ചെരുപ്പാണെങ്കിൽ വരെ, ഒരു ചെരുപ്പ് നമ്മുടേത് നഷ്ടപ്പെട്ടാൽ മറ്റൊരു ചെരുപ്പ് ആർക്കും വേണ്ടാതെ കിടക്കുന്നുണ്ട്. ആ ചെരുപ്പ് നമ്മൾ എടുത്തു കടന്നു വന്നാൽ ആ ചെരുപ്പിന്റെ പേരിൽ പോലും നാളെ മഹ്ശറാ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന്, ആ ചെരുപ്പ് നരകത്താലുള്ള തീയായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖാദിമായ ഒരു സ്വഹാബി ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതോ ഒരു ശത്രുവിന്റെ അമ്പേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ആ സമയത്താണ് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞത്, ഹനീഅൻ ലഹുൽ ജന്ന, എന്തോരു ഭാഗ്യവാനാണ് അയാൾ. യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്യുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ, അയാൾക്ക് അല്ലാഹു സ്വർഗമല്ലാതെ പിന്നെ എന്താ നൽകുക എന്ന് മഹാന്മാരായ സ്വഹാബാക്കളെല്ലാം ഒന്നടങ്കം പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, നമ്മൾ അറിയാതെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ ചങ്ങാതിമാരിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് നമ്മൾ അറിയാതെ എടുത്തുകൊണ്ടുവരുന്ന ഒരു രൂപയാണെങ്കിലും, ഒരു തട്ടമാണെങ്കിലും, ഒരു അടക്കയാണെങ്കിലും, ഒരു തേങ്ങയാണെങ്കിലും, ഒരു മരത്തിന്റെ ചില്ലയാണെങ്കിലും ലതസ്തഇലു അലൈഹി നാറാ, നാളെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയാൻ കാരണമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടെ ആർക്കാർക്കും വേണ്ടാത്ത ബാക്കിയുള്ള ഒരു തട്ടമെടുത്ത് ഉപയോഗിച്ചതിന്റെ പേരിൽ ഈ രക്തസാക്ഷിയായ സ്വഹാബിക്ക് അല്ലാഹു തആല നരകത്താലുള്ള ശിക്ഷ നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, അപ്പൊ ഈമാൻ സലാമത്തായി മരിക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ മരിക്കാൻ 5 നേരം ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരാതെ നാട്ടിലെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവര് മുനാഫിഖീങ്ങളുടെ അടയാളമെന്ന് പറയുമ്പോ ഓരോ ആളുകളും അവരുടെ ശരീരത്തെ കുറിച്ചൊന്ന് ആലോചിക്കണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലേ, ഗൗരവമുള്ള വിഷയല്ലേ? അല്ലേ, നിങ്ങളെന്താ മിണ്ടാത്തത്? നിങ്ങളുടെ വീട്ടിലേക്ക് ബാങ്കിന്റെ വിളി കേൾക്കുന്നുണ്ടോ? മൈക്കിന്റെ ശബ്ദം ഇപ്പൊ ഇവിടെ നിന്ന് വെച്ചാൽ ചിലപ്പോൾ കാസർഗോഡ് വരെ എത്തിക്കാൻ പറ്റും. അതല്ല വിഷയം. ഈ മൈക്ക് ഇവിടെ ബോക്സ് വെച്ച് 1 കിലോമീറ്റർ ഇങ്ങനെ വയറും കൊടുത്തിട്ട് കാസർഗോഡ്, കോഴിക്കോട് വരെ ഇതേ ബോക്സ് നമുക്ക് എത്തിക്കാൻ പറ്റൂലേ? ഓപ്പറേറ്റർമാർ പറയും പറ്റും. അപ്പൊ മൈക്കിന്റെ വാക്ക് കേൾക്കുന്നുണ്ടോന്നല്ല, നിങ്ങളുടെ പള്ളിയിൽ വളരെ സൈലന്റായി നിശബ്ദമായ ഒരു സമയം, രാത്രി 2 മണിക്കൊക്കെ ഉയർന്ന സ്ഥലത്ത് കയറി ഏറ്റവും ഉച്ചത്തിൽ നല്ല ശബ്ദമുള്ള ഒരാൾ ബാങ്ക് കൊടുത്താൽ എവിടൊക്കെ എത്തും? അവർക്കൊക്കെ ജമാഅത്തിന് പോലും നിർബന്ധാണ്, സുന്നത്തല്ല, നിർബന്ധാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കണം. അതിനാണല്ലോ ഈ വാളുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 5 നേരത്തെ നിസ്കാര ശേഷം ആയത്തുൽ കുർസി നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗമാണ് നൽകാൻ പോകുന്നത്. അവര് സ്വർഗത്തിലെത്താതിരിക്കാൻ ഏക കാരണം മരണം മാത്രമാണ്. അപ്പൊ അങ്ങനെ നിരന്തരമായി ആയത്തുൽ കുർസി ഓതുന്നവർ എന്തുകൊണ്ടാ സ്വർഗത്തിൽ എത്താത്തത്? എന്തുകൊണ്ടാ? അവർ മരിക്കാത്തതുകൊണ്ട്. മരിച്ച അവർക്ക് സ്വർഗമാണ്. അതാണ് ഇവിടെ പറയുന്നത്. മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് ഒന്നും കൂടി കേൾക്കണം. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്. 5 നേരത്തെ നിസ്കാര ശേഷം നിങ്ങൾ നിരന്തരമായി ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് സ്വർഗ്ഗമാണ് നൽകാൻ പോകുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്താ ഒന്നാമത്തെ വിഷയം? സ്വർഗത്തിൽ കടക്കാനുള്ള ഒന്നാമത്തെ വിഷയം എന്താ പറഞ്ഞത്? എന്തെങ്കിലും ഇപ്പന്നെ മറന്നോ? മരിച്ചാലല്ലേ സ്വർഗത്തിലെത്തും, ജീവനോട് പോകാൻ പറ്റൂലല്ലോ. നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ വരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഉമ്മമാരൊക്കെ ഉണ്ടാവും, ഇവിടെ സഹോദരിമാരൊക്കെ ഉണ്ടാവും. നിങ്ങളെ ഭർത്താക്കന്മാരെ സുബഹിക്ക് എണീപ്പിച്ച് പള്ളിയിലേക്ക് അയക്കുക. മക്കളെ 15-10 വയസ്സിന്റെ മുകളിലുള്ള മക്കളെയും നിർബന്ധമായിട്ടും പള്ളിക്ക് അയക്കുക.
അത് നിങ്ങൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച കണ്ടിന്യൂ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മരണം വരെ അത് ഒഴിവാക്കാൻ പറ്റൂല. ഒരു 3 ആഴ്ച 21 ദിവസം കണ്ടിന്യൂ തുടർച്ചയായി ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിക്ക് പോകുന്ന ഒരു ശൈലി നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മരണം വരെ നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റൂല. റെഡി അല്ലേ എല്ലാവരും? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ട്രൈ ചെയ്യ്, പരിശ്രമിക്ക്. നമ്മളങ്ങനെ പരിശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതിന് ആര് സഹായിക്കണം? ഭർത്താക്കന്മാരെ, ഭാര്യമാര് സഹായിക്കണം. മക്കളെ ആര് സഹായിക്കണം? ഉമ്മമാര് സഹായിക്കണം. അതാണ് ഭർത്താവിനെ ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഭാര്യ ഉണ്ടാകണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. വലിയ ഭാഗ്യമാണ് അത്, വലിയ ഭാഗ്യമാണത്. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ദീനിയായ വിഷയങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ കൺകുളിർമയുള്ള ഭാര്യമാരാക്കി തരട്ടെ. പിന്നെ എന്താണ് ഉമ്മമാരെ, നിങ്ങളുടെ അമാനത്തല്ലേ അല്ലാഹു നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലല്ലയോ നിങ്ങളുടെ മക്കൾ? സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഈ ഫോണ് ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇത് നിങ്ങളുടല്ല, ഇത് എന്റേതാ. ഇത് ഞാൻ നിങ്ങൾ വേദ തുടങ്ങുമ്പോൾ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു, തിരിച്ചു പോകുമ്പോൾ എനിക്ക് തരണ്ടേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് ആരുതല്ല, നിങ്ങളുടല്ല, ഇത് എന്റേതാ. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മക്കളെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? മക്കൾ നിങ്ങളുടേതല്ല, നിങ്ങളുടെ സൂക്ഷിപ്പ് മുതലാണ്. മക്കൾ സൂക്ഷിപ്പ് മുതലാണ്. അങ്ങനെ നബി തങ്ങൾ മക്കളെ കുറിച്ച് പറഞ്ഞത് അൽ അബ്നാഉ അമാന. അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് മുതലാണ്. മാതാപിതാക്കൾക്ക് സൂക്ഷിക്കാൻ തന്നതാണ്, നിങ്ങളുടേതല്ല. കേട്ടാ? ഉപ്പമാരുമ്മമാരൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, നബി തങ്ങൾ പറഞ്ഞതാണ്. അമാന, സൂക്ഷിപ്പ് മുതൽ എന്നാണ് അള്ളാഹു മക്കളെ കുറിച്ച് പറഞ്ഞത്. സൂക്ഷിപ്പ് മുതൽ നമ്മുടേതല്ലല്ലോ, സൂക്ഷിക്കാൻ തന്നതല്ലേ? തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. എന്നാൽ ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ നിങ്ങളെ ഈ ഒരു രീതിയിൽ ഏൽപ്പിച്ചു, നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് തിരിച്ചു തരേണ്ടത്? നിങ്ങൾക്ക് തന്നതുപോലെ എനിക്ക് തിരിച്ചു തരേണ്ടേ വേണ്ടേ? ഇതൊക്കെ നല്ലൊരു ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണാണ്. അത് എങ്ങനെ തന്നു അതേപോലെ തിരിച്ചു തരണം. നിങ്ങൾ ഇതിന്റെ ഡിസ്പ്ലേ കേട് വരുത്തി എനിക്ക് തന്നാലോ? ഞാൻ തിരിച്ചു പോകുമ്പോൾ ഡിസ്പ്ലേ കേടായി, അങ്ങനെ തന്നാലോ? ആരാ ഉത്തരവാദി? നിങ്ങളിത് ശരിയാക്കി തരണ്ടേ? നിങ്ങളെ കടമയല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അള്ളാഹു നമ്മൾക്ക് മക്കളെ തന്നത്? എങ്ങനെയാ തന്നത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. സ്വർഗ്ഗക്കാരനായിട്ടാണ് അള്ളാഹു മക്കളെ തന്നത്. ലോകത്തുള്ള എല്ലാ മക്കളെയും അള്ളാഹു മാതാപിതാക്കൾക്ക് നൽകുന്നത് സ്വർഗ്ഗക്കാരായിട്ടാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ജനിക്കുന്നത് സ്വർഗ്ഗക്കാരായിട്ടാണ്. അപ്പൊ എങ്ങനെ തിരിച്ചു കൊടുക്കണം? സ്വർഗ്ഗക്കാരനായിട്ട് തിരിച്ചു കൊടുക്കണം. കൊടുത്തില്ലെങ്കിലോ ആരാ ഉത്തരവാദി? കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കൾ ഉത്തരവാദി. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നാളെ മഹ്ശറാ ലോകത്ത് മക്കളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മക്കള് പറയും, അല്ലാഹുവേ ലാ അദ്ഖുലൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ പിതാവ് എന്നെക്കാളും മുമ്പ് നരകത്തിൽ പ്രവേശിക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല. എന്റെ മാതാവ് നരകത്തിൽ പ്രവേശിക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് മക്കള് വാശി പിടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങളെല്ലാം ഇൻസൈഡൊക്കെ ചെയ്ത് അത്രക്ക് പൂശി ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കായിരിക്കും, മനസ്സിലായ? അങ്ങനെയുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അള്ള വരുന്ന, പഠിച്ചോൻ വരുന്ന ആള് വിളിക്കാനയച്ചു. എന്നാലും നാജിക്കാനെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? ഒന്നുമില്ല, മക്കള് വിളിക്കുന്നുണ്ട്. മക്കള് ചോദ്യം ചെയ്തു, മക്കള് നരകത്തിലേക്കാ. എന്താ മോനെ നീ നരകത്തിലെത്താൻ കാരണം? എന്റെ ഉപ്പയുടെ ശ്രദ്ധയാണ്. നിങ്ങളാണെങ്കിൽ അല്ല ഇൻസൈഡൊക്കെ ചെയ്തിട്ട് എങ്ങോട്ട് പോകാൻ നിൽക്കാണ്? സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കാം. മക്കൾ പിടികൂടി. എന്തുകൊണ്ട്? നിങ്ങൾ ഇൻസൈഡൊക്കെ ശരി തന്നെ, പക്ഷെ ദുനിയാവിൽ നിങ്ങൾ എന്നെ നന്നാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇൻസൈഡൊക്കെ മാറ്റി എന്റെ കൂടെ നരകത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് മക്കൾ കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വഹീഹായ ഹദീസാണ്.
ലാ അദ്ഖുലുൽ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി, എന്റെ പിതാവ് നരകത്തിൽ പ്രവേശിക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് മക്കള് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ അല്ലാഹു മാതാപിതാക്കളെ വിളിക്കും. എന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നുപോയോ എന്ന് അല്ലാഹു പരിശോധിക്കും. നിങ്ങൾ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തിയിട്ടില്ലേ, ദീന് നൽകിയിട്ടില്ലേ, വിദ്യാഭ്യാസം നൽകിയിട്ടില്ലേ എന്ന് അല്ലാഹു പരിശോധിക്കും. വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, മക്കള് മോശമായത് കാരണത്താൽ അല്ലാഹു നമ്മളെയും നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? അല്ലാഹു നമ്മൾക്ക് മക്കളെ തന്നത് സ്വർഗക്കാരായിട്ടാണ്, നമ്മൾ തിരിച്ചു കൊടുത്തത് നരകക്കാരായിട്ടാണ്. അപ്പൊ അല്ലാഹു തന്ന ഒരു ഉത്തരവാദിത്തത്തെ, അല്ലാഹു തന്ന ഒരു അമാനത്തിനെ ഭംഗിയായി സൂക്ഷിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു മാതാപിതാക്കൾക്ക് നരകം നൽകുമെന്നാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു സ്വർഗക്കാരായി നിങ്ങൾക്ക് തന്ന മക്കളെ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്? വവലദുൻ സ്വാലിഹുൻ യദഊല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളായിട്ടാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളൊന്നും ചെയ്യണ്ട, പൈസ വെക്കണ്ട, വീടെടുക്കണ്ട, മക്കൾക്ക് സ്വത്ത് വാങ്ങണ്ട, ഒന്നും ചെയ്യണ്ട, സ്വാലിഹാക്കിയാ മതി. മരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായാൽ മതി. സ്വാലിഹീങ്ങളായാലുള്ള നേട്ടം എന്താണ്? വല്ലാഹു യതവല്ല സ്വാലിഹീൻ, നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ മക്കളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ 4-5 മക്കളെ യത്തീമാക്കി നിങ്ങൾ മരിച്ചുപോയി. 2 വയസ്സുള്ള കുട്ടി, 4 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടി, 10 വയസ്സുള്ള കുട്ടി, നിങ്ങൾ മരിച്ചുപോയി. നിങ്ങൾ മരിച്ചു, നിങ്ങൾ പെണ്ണുങ്ങൾ മരിച്ചു, അല്ലാഹു ഏറ്റെടുക്കും. ആരേറ്റെടുക്കും? വല്ലാഹു യതവല്ല സ്വാലിഹീൻ. നിങ്ങൾ വളർത്തുന്ന കാലം വളരെ ദീനിയായ ചിട്ടയോടുകൂടി വളർത്തിയിട്ടുണ്ടെങ്കിൽ, സ്വാലിഹീങ്ങളായി നിങ്ങൾ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ മക്കളെ അല്ലാഹു ഏറ്റെടുക്കുമെന്നാരാ പറയുന്നത്? പരിശുദ്ധ ഖുർആനാണ് മുഅ്മിനീങ്ങളെ നമ്മൾക്ക് ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു സൂക്ഷിക്കാൻ തന്ന മുതലാണ് നമ്മുടെ മക്കൾ. എങ്ങനെയാണ് സൂക്ഷിക്കാൻ തന്നത്? സ്വർഗക്കാരനായിട്ടാണ്. അതേ സ്വർഗക്കാരനായിട്ട് തിരിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളായ എല്ലാ മാതാവിന്റെയും പിതാവിന്റെയും കടമയാണ്. നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നാലോ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ ഇവിടെ ശ്രദ്ധിക്കണേ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ കുട്ടികളുള്ള ഉപ്പമാരാണ് പല ആളുകളും, അല്ലെ? നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടോ? ഉണ്ട്. കുല്ലുക്കും റായി, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ മിൻ റഇയതി, നിങ്ങളോട് അല്ലാഹു തആല നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? വറജുലു റാഇൻ ഫീ ബൈതി, വീട്ടിലുള്ള മക്കളുടെ ഭരണാധികാരി പിതാവാണ്, ഉപ്പയാണ്. ഉപ്പ വീട്ടിലില്ലാത്ത സമയത്ത് മക്കളുടെ ഭരണാധികാരി, സമയത്ത് വീടിന്റെ ഭരണാധികാരി ഉമ്മയാണ്. നിങ്ങളെ ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കളുടെ അധികാരമാണ് അല്ലാഹു നമ്മൾക്ക് തന്നത്. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കൊടുത്തിരിക്കുകയാണ്, ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ് അല്ലാഹു. 2 പേർക്ക് വീതം വെച്ച് കൊടുക്കുകയാണ്. ഉപ്പയുണ്ടെങ്കിൽ വീട്ടിലെ ഭരണാധികാരി ഉപ്പയാണ്, ഉപ്പയില്ലെങ്കിൽ ഉമ്മയാണ്. അപ്പൊ ഈ 2 ആളുകളും ഉത്തരവാദിയാണ്. ഇനി ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം. ആ ഹദീസ് വളരെ ഗൗരവത്തോടെ കേൾക്കണം. മാമിൻ അബ്ദി യസ്തറഈഹില്ലാ, അല്ലാഹു നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം തന്നാൽ, യമൂതു യൗമ യമൂത്, അങ്ങനെ നിങ്ങൾ മരിച്ചു പോകുന്ന സമയമായാൽ, വഹുവ വാശുൻ ലിറഇയതിഹി, ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചു പോയാൽ, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നരകത്തിലേക്ക് ഇടുമെന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട്, ഇല്ലേ? ഉണ്ടോ? നരകത്തിലേക്ക് ഇടുമെന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട്. എന്താ ആശ്വാസം? എന്താ ആശ്വാസം? അതന്നെ, മാഷാ അല്ലാഹ്, വെരി ഗുഡ്. കുറച്ച് കഴിഞ്ഞാൽ, ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തും എന്നുള്ളൊരു ആശ്വാസമുണ്ട്. നരകത്തിലേക്ക് ഇടും എന്ന് പറഞ്ഞാൽ ഇതങ്ങനല്ല പറഞ്ഞത്. ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുമെന്നാ പറഞ്ഞത്. സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം കാണേയില്ല, അതാണ് അതിന്റെ അർത്ഥം. ഒരാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കുമെന്ന് പറഞ്ഞാൽ, സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് പറഞ്ഞാൽ, അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം നൽകുകയില്ല എന്നാണ്. എത്ര വലിയ ആബിദാണെങ്കിലും ശരി,
ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എല്ലാ ഉത്തരവാദിത്തവും അതിൽപ്പെട്ടു. മക്കളുടെ ഉത്തരവാദിത്തം, സംഘടനയുടെ, പാർട്ടിയുടെ, പള്ളിയുടെ, മദ്രസയുടെ, ജമാഅത്തിന്റെ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണോ നമ്മൾ ഏറ്റെടുക്കുന്നത്, അധികാരം ഏറ്റെടുക്കാൻ എന്തോ ഒരു താല്പര്യമാണ് ആളുകൾക്ക്, അല്ലെ? മനുഷ്യന്മാർക്ക് സമ്പത്തിനോടും അധികാരത്തോടുമുള്ള മോഹം. ഒരു വിശന്ന് വലഞ്ഞ് അവശനായ ഒരു ചെന്നായെ ആട്ടിൻകൂട്ടത്തേക്ക് നിങ്ങൾ ഇളക്കി വിട്ടാൽ ആ ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാണോ ചെന്നായ നശിപ്പിക്കുന്നത്, അതേപോലെ മനുഷ്യന്മാർക്ക് അധികാരത്തോടുള്ള മോഹം കൊണ്ട് സമുദായത്തെ നേതാക്കൾ നശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അധികാരമോഹമുള്ള നേതാക്കൾ ചെന്നായ ആട്ടിൻകുട്ടികളെ നശിപ്പിക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ അധികാരം നല്ല രസമാണ്, പക്ഷേ അതൊരു മുൾക്കിരീടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുൾക്കിരീടമാണ് അധികാരം. ഇന്നക ലഈഫ്, നീ ബലഹീനനാണ് മുആദ് എന്നവരെ, അബൂദർ എന്നവരെ. മുആദാണോ അബൂദറാണോ? ഏതായാലും സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നക ലഈഫുൻ, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആഖിറത്തിലെത്തിയാൽ ഇതൊരു ഖേദമാണ്. അതുകൊണ്ട് നിനക്ക് ലഈഫായ നിനക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അധികാരത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളാരും ചോദിക്കാതെ, ആവശ്യപ്പെടാതെ, ആഗ്രഹിക്കാതെ കിട്ടുന്നൊരു അധികാരമാണ് നമ്മുടെ മക്കളുടെ അധികാരം. അവിടെ നമ്മൾ വീഴ്ച വരുത്തിപ്പോയാൽ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കഴിവിന്റെ പരമാവധി നിരന്തരമായി മക്കളുടെ ദീനിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കോളേജിൽ പോയാൽ, ക്യാമ്പസിൽ പോയാൽ, ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് നമ്മുടെ മക്കളുടെ അനുഭാവം എന്നുവരെ നിങ്ങൾ ചിന്തിക്കേണ്ട കാലമാണ്. ഇല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക്, അള്ളാഹുവിനെ പോലും നിഷേധിക്കുന്ന നിരീശ്വരവാദത്തിലേക്ക് പോലും യാതൊരു മടിയുമില്ലാതെ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ക്യാമ്പസിലും കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ക്യാമ്പസ് രാഷ്ട്രീയ അനുഭാവം ഏതാണ് എന്ന് നിരന്തരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ കടമയാണത്, നിങ്ങളുടെ ബാധ്യതയാണത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തോളണം, സൂക്ഷിക്കണം. വ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ വീഴാതെ കാത്തുകൊള്ളണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയപ്പോഴല്ലേ ഒരു സ്വഹാബി ബോധം കെട്ട് താഴേക്ക് വീണത്. നബി തങ്ങൾ ഉടനെ തന്നെ ആ സ്വഹാബിയുടെ ചുണ്ടത്ത് ചെവി വെച്ചു നോക്കിയപ്പോൾ നബി തങ്ങൾ കേട്ടത്, നബിയേ, എന്റെ ശരീരത്തെ എനിക്ക് നരകത്തിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയും, പക്ഷേ എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാണ് നബിയെ പറയുക? എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ പറയുക? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നടത്തിയിട്ടും മകനെ നന്നാക്കാൻ, ദീനിലേക്ക് കൊണ്ടുവരാൻ മഹാനായ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നൂഹ് നബി ഉത്തരവാദിയല്ല. ഭാര്യയെ നന്നാക്കാൻ ലൂത്ത് നബിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ലൂത്ത് നബി ഉത്തരവാദിയല്ല. എന്തുകൊണ്ട്? അവര് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അവര് പരിശ്രമിച്ചിട്ടുണ്ട്, അവര് നന്നാവാത്തതാണ്. അതേപോലെ നമ്മളും മക്കളുടെ നന്മയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരവാദിയല്ല. നമ്മുടെ ഭാഗത്ത് അലസത വന്നു പോയിട്ടുണ്ടെങ്കിൽ, അശ്രദ്ധ വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നന്നാക്കി തരട്ടെ. മിനിങ്ങളെ, എന്നാ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വർഗം ഹറാമാക്കും ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്തില്ലെങ്കിൽ ഇനി നിങ്ങൾക്കൊരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം. ആദ്യം ഓതിവെച്ചായത്ത് എന്താ? ആദ്യം ഓതിവെച്ചായത്ത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار, ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ വഉദ്ഖിലൽ ജന്ന, സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ, ഫഖദ് ഫാസ്, അവർ വിജയികളാണ്, അവരാണ് യഥാർത്ഥ വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള വിജയികളിൽ ഉൾപ്പെടാൻ 3 കാര്യം ചെയ്താൽ മതി. 3 കാര്യം ചെയ്താൽ മതി. ഒന്ന്, ജീവിതത്തിൽ ഹറാം കാണാതെ ജീവിക്കാൻ ശ്രദ്ധിക്കണം.
ജീവിതത്തിൽ ഹറാം കാണാതെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയണം. ഐനുൻ ഗല്ലത് മിൻ മഹാരിമില്ലാഹ്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്മിക്കളയുന്ന ആളുകൾക്ക് അല്ലാഹു നരകം ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കഴിയോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാനായ ഒരു താബിആയ ഒരു പ്രമുഖനായ ഒരു പണ്ഡിതൻ അള്ളാഹുവിനോട് 3 ദുആയാണ് ചെയ്തത്, 3 പ്രാർത്ഥനയാണ് ചെയ്തത്. അതിലൊന്ന്, അള്ളാഹുവേ എനിക്ക് സ്ത്രീകളോടൊരു താല്പര്യമുണ്ടാവരുത്, എന്റെ ഖൽബിൽ സ്ത്രീകളോടുള്ളൊരു താല്പര്യം നീ എടുത്തു കളയണേ അല്ലാ എന്ന് നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു ഉത്തരം നൽകി. അദ്ദേഹം അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ ഞാൻ നിന്നോട് 3 കാര്യമാണ് ദുആ ചെയ്തത്, 3 കാര്യമാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, അതിൽ 2 നീ എനിക്ക് തന്നല്ല റബ്ബേ, 3-മത്തത് എന്തേ നീ എനിക്ക് ചെയ്തു തരാത്തത് എന്ന് അള്ളാഹുവിനോട്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തത്. എന്താണ് ഇദ്ദേഹം ദുആ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചത്. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ചോദിച്ചല്ലോ, അതിൽ 1-മത്തേത് 2 തന്നു, 3-മത്തത് എന്തേ എനിക്ക് നീ പൂർത്തീകരിച്ചു തരാത്തത് എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത 3 കാര്യങ്ങളിലൊന്ന്, അല്ലാഹുവേ എനിക്ക് സ്ത്രീകളോടുള്ള താല്പര്യം എന്റെ ഖൽബിൽ നിന്ന് എടുത്തു കളയണേ അല്ലാ. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദു ഖൈസ് തമീമി എന്ന് പറയുന്ന പ്രഗൽഭനായ താബിആയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ദുആ ചെയ്യുന്നത്. ആമിർ ഇബ്നു അബ്ദു ഖൈസ് തമീമി എന്ന് പറയുന്ന താബിആയ പണ്ഡിതൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത് പ്രകാരം അല്ലാഹു അയാൾക്ക് ഖൽബിൽ നിന്ന് സ്ത്രീകളോടുള്ള താല്പര്യം അല്ലാഹു എടുത്തു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്നെനിക്കൊരു മരത്തെ കാണുന്നതും കല്ലിനെ കാണുന്നതും, ഇന്നെനിക്ക് എന്തൊരു വസ്തുവിനെ കാണുന്നതും പെണ്ണിനെ കാണുന്നതും എല്ലാം സമമാണ്. പ്രത്യേകമായ വികാരങ്ങളില്ല, പ്രത്യേകമായ താല്പര്യമില്ല. ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ മുന്നിൽ വെക്കുന്നതും ഒരു കല്ല് മുന്നിൽ വെക്കുന്നതും എനിക്ക് ഒരുപോലെയാണ്. കാരണം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എന്റെ കണ്ണിൽ നിന്ന് എന്റെ ഖൽബിൽ നിന്ന് അന്യ സ്ത്രീകളോടുള്ള താല്പര്യം നീ എടുത്തു കളയണേ എന്ന്. മുഅ്മിനീങ്ങളെ, നമ്മളിൽ പലരും പെട്ടുപോകുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. കണ്ണുകളിലൂടെ ഹറാമുകൾ സംഭവിക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. നബി തങ്ങൾ പറഞ്ഞു, നമ്മൾക്ക് മുമ്പുള്ള സമുദായം നശിച്ചുപോയത് സ്ത്രീകളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് ഫത്തഖുദ്ദുന്യാ വത്തഖുന്നിസാ, നിങ്ങൾ ദുനിയാവിനെയും സൂക്ഷിക്കണേ, സ്ത്രീകളെയും സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായം നശിച്ചുപോയത് സ്ത്രീകളുടെ വിഷയത്തിലാണ് എന്നാണ്. വ്യഭിചാരത്തിന്റെ പേരിൽ, അവിഹിത ബന്ധങ്ങളുടെ പേരിൽ മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ വധിക്കാനുള്ള കാരണം പോലും വ്യഭിചാരി പെണ്ണുങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ, വ്യഭിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ, ഉപദേശിച്ചതിന്റെ പേരിലാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ വധിച്ചു കളയാൻ നാട്ടിലുള്ള വ്യഭിചാരി പെണ്ണുങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം വധിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, നബി തങ്ങൾ പറഞ്ഞു, ലോകത്ത് ആദ്യമായി ഉണ്ടായ ഫിത്ന എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിഷയത്തിലാണ്. ഖാബീൽ എന്നവർ ഹാബീൽ എന്നവരെ കൊന്നത് സ്ത്രീയുടെ വിഷയത്തിലല്ലയോ സഹോദരങ്ങളെ? അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന്, ഖൽബിൽ നിന്ന് അന്യ സ്ത്രീകളോടുള്ള വികാരം എടുത്തു കളയാൻ ദുആ ചെയ്യണം. ആമിർ ഇബ്നു ഖൈസ് തമീമി എന്നവർ ദുആ ചെയ്തപ്പോ അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മൾക്കും ഉത്തരം നൽകും. ചെറുപ്പക്കാര് പറയാറുണ്ട്, എല്ലാം ചെയ്യാൻ കഴിയും, പക്ഷേ സ്ത്രീകളെ കാണുമ്പോൾ അറിയാതെ നോക്കി പോവാറുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കാണാറുണ്ട്. അല്ലാഹു നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ തൗഫീഖ് നൽകട്ടെ. അറിയാതെ കണ്ടുപോയാൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് ഒരു തെറ്റ് വരുമ്പോൾ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്ത് തെറ്റിനെ നീ മായ്ച്ചു കളയണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. തീരെ ഹറാമ് കാണൂലെന്നല്ല, പക്ഷെ നടക്കുമ്പോഴൊക്കെ അപ്രതീക്ഷിതമായ ഹറാമ് കണ്ടേക്കാം. മൊബൈൽ തുറക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഹറാമ് കണ്ടേക്കാം, അല്ലേ?
ഫേസ്ബുക്ക് പോലെ, ഇൻസ്റ്റാഗ്രാം പോലെ, ടിക്ടോക്ക് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവർ തുറന്നാൽ തന്നെ ഒരുപക്ഷെ ഹറാമുകൾ കണ്ടേക്കാം. അസ്തഗ്ഫിറുല്ലാഹ്. ഹറാമ് കാണാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുന്നവരല്ല, ഹറാമ് കാണാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്നവരല്ല. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, ദീനിയായ വിഷയങ്ങൾക്ക് വേണ്ടി ആപ്പുകൾ ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ആ ആളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാതെ ഹറാമ് വന്നു പോയാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഖൽബ് കൊണ്ട് പറഞ്ഞാൽ നീ നിന്റെ ഭാഗത്ത് നിന്ന് വന്നുപോയ ഹറാമിനെ നീ ചെയ്ത നന്മ മായ്ച്ചു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഒന്നാമത് നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതിരിക്കാൻ നമ്മുടെ കണ്ണുകൾ ഹറാമിൽ പോവാതിരിക്കാൻ ശ്രമിക്കുക. ഹറാമ് കണ്ടുപോയാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വഅൈനുൻ സഹറത്ത്. രാത്രിയായാൽ അല്ലാഹുവിനെ വേണ്ടി ഉറക്കൊഴിക്കുന്ന കണ്ണുകളായി നമ്മുടെ കണ്ണുകൾ മാറണേ. തഹജ്ജുദിന്റെ സമയമായാൽ സുബ്ഹി ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ദിവസവും എണീക്കുക. ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി അരമണിക്കൂർ മുമ്പെങ്കിലും എണീക്കുക. വുളൂ ചെയ്യുക, പല്ല് തേക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. എന്നിട്ട് സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ പരിശുദ്ധമായ ഖുർആൻ ഓതി തീർക്കുക. സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ, അഥവാ അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ഉറക്കത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള ഉറക്കമാണ് സുബ്ഹിയോടടുത്ത സമയത്തുള്ള ഉറക്കം. ഏത് പല്ലുവേദനയുള്ളവനും ചെവി വേദനയുള്ളവനും രാത്രി ഉറക്കം വരാതെ, ഉറക്കം ഇങ്ങനെ കടിച്ചമർത്തി ഉറങ്ങാൻ കഴിയാതെ വേദന കൊണ്ട് കഷ്ടപ്പെട്ട് വേദന കൊണ്ട് പുളയുന്ന രോഗികൾ വരെ ഒന്ന് ആശ്വാസത്തോടെ ഉറങ്ങുന്നത് സുബ്ഹിയോടടുത്ത സമയത്തല്ലേ? അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പനി വന്നു, തലവേദന വന്നു, കടിച്ചില്, പുകച്ചില്, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഉറക്കം വരൂല. അങ്ങോട്ട് തിരയും ഇങ്ങോട്ട് തിരയും, അങ്ങോട്ടും ഇങ്ങോട്ടും വേദന ഇങ്ങനെ കടിച്ചമർത്തി അവസാനം ഒരു 3-4 മണിയാകും പറയാതെ ഉറങ്ങിപ്പോ. നല്ല ഉറക്കം കിട്ടുന്ന സമയം. ആ സമയത്താണ് നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കുന്നത്. നമ്മൾ വളരെ നേരത്തെ എണീക്കുന്നത്. എണീറ്റ് 2 റക്അത്ത് സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്നത ബിസലാം. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി തരും. എന്ത് ചെയ്യണം? സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. എല്ലാവരും ഉറങ്ങുന്നു. വീട്ടിലെ ഭാര്യ അടക്കം ഉറങ്ങുന്നു, ഭർത്താവ് ഉറങ്ങുന്നു, മക്കൾ ഉറങ്ങുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ആരും കാണാത്ത 2 റക്അത്ത് നിസ്കാരം ഉണ്ടാവണം. ഭർത്താവ് പോലും അറിഞ്ഞിട്ടില്ല, ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല, മക്കൾ പോലും അറിഞ്ഞിട്ടില്ല. നിങ്ങളൊരു 10-11 നിസ്കരിച്ചോ, എന്നാലോ അതിൽ 2 ആരും കാണാത്തതുണ്ടാവണം. ഭർത്താവ് നന്നായിട്ട് കിടന്നുറങ്ങുമ്പോ ഭർത്താവ് അറിയാതെ എണീറ്റു 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഞങ്ങൾ ഭർത്താവിനെ വിളിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ബാക്കി നിസ്കരിക്കുന്നു. നിങ്ങളും അല്ലാഹുവും മാത്രം അറിയുന്ന 2 റക്അത്ത്. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. നമ്മുടെ മുൻകാമികളിൽ ചില ആളുകൾ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങാറുണ്ട്. ഭാര്യ ഉറങ്ങി എന്നുറപ്പ് വരുത്തിയാൽ ഭാര്യ അറിയാതെ ബെഡിൽ നിന്ന് എണീറ്റ് നേരെ വുളൂ ചെയ്യാൻ പോയി. വുളൂ ചെയ്ത് ഭാര്യ എണീക്കുന്നത് വരെ നിസ്കരിക്കാറുണ്ട്. സുബ്ഹിയോടടുത്ത സമയമാകുമ്പോ ഭാര്യ അറിയാതെ ഭാര്യയുടെ കൂടെ കിടക്കും. എന്നിട്ട് അറിയാത്തതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്യും. സമയായോ, എണീക്കെന്ന് പറഞ്ഞിട്ട് ഭാര്യ വിളിക്കും. അതുവരെ നിസ്കരിക്കായിരുന്നു മൂപ്പര്. സമയാകുമ്പോ ഭാര്യ എണീക്കും. ഭാര്യക്ക് പോലും അറിഞ്ഞിട്ടില്ല. ഭാര്യ പോലും അറിയാത്ത ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ചില മുൻഗാമികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരും അറിയാത്ത 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടായാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പോൾ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതിരിക്കാൻ വഅൈനുൻ സഹറത്ത്, അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കുന്ന കണ്ണുകളായിരിക്കണം നമ്മുടെ കണ്ണുകൾ. മൂന്നാമത്തേത് വഅൈനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് നിങ്ങൾ കരയാറുണ്ടോ? ദുആ ചെയ്യുമ്പോ, വഅദിന്റെ സദസ്സിലൊക്കെ ദുആ ചെയ്യുമ്പോ ഉസ്താദുമാരുടെ ആ ദുആഇന്റെ ഭക്തി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു എന്നല്ലാതെ
കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വന്നു എന്നല്ലാതെ ഒറ്റയ്ക്കിരുന്നിട്ട് എപ്പോഴെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് കരയാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ ഒരു കാരണവശാലും നാളെ നരകത്തിൽ കിടക്കൂല എന്നാ പറഞ്ഞത്. എത്ര കരയണം? ഈച്ചയുടെ തലയുടെ അത്ര വലിപ്പമുള്ള ഒരു കണ്ണുനീർത്തുള്ളിയെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരുന്നിട്ട് ഇങ്ങനെ കരയുക, അള്ളാഹുവിനെ ഓർക്കുകയാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകുന്ന ആളുകൾക്ക് അള്ളാഹു നാളെ അർശിന്റെ തണൽ നൽകുമെന്നും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ അയാൾ പ്രവേശിക്കൂല എന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 കാര്യങ്ങളാ നമ്മൾ പറഞ്ഞത്. 1 ഹറാം കാണാത്ത കണ്ണ്, 2 അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണ്, 3 അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ്. ഈ 3 കണ്ണുകൾ നാളെ നരകത്തിൽ കിടക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വർഗം ലഭിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞു. 1 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരിക്കാമെന്ന് പറഞ്ഞു. ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് 5 നേരത്തെ നിസ്കാര ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അല്ലാഹു തആല അയാൾക്ക് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അയാളുടെ മരണം കാത്തിരിക്കുകയാണ്. മരണത്തോടുകൂടി അയാൾ സ്വർഗത്തിലായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇനി രണ്ടാമത്തെ സ്വർഗത്തിലെത്താനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണ്. എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഏതൊക്കെയാണ് ആ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം? സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം, ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ളുഹറിന്റെ ശേഷം 2, ഇപ്പൊ എത്രയായി? 8ആയി. മഗ്രിബിന്റെ ശേഷം 2, 10ആയി. ഇശാഇന്റെ ശേഷം 2, 12ആയി. നിങ്ങൾ പറ. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ മുമ്പ് എത്ര? 4, അപ്പൊ എത്രയായി? 6 എണ്ണമായി. ളുഹറിന്റെ ശേഷം 2, 8ആയി. മഗ്രിബിന്റെ ശേഷം 2, 10ആയി. ഇശാഇന്റെ ശേഷം 2, 12 എണ്ണമായി. ആ ഹദീസ് കേൾക്കണം. മഹാനായ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഫഅൻ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റംല ബിൻത് അബി സുഫിയാൻ റളിയല്ലാഹു അൻഹാ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. മാ മിൻ അബ്ദിൻ മുസ്ലിമി യുസല്ലി ലില്ലാഹി തആല കുല്ല യൗമിൻ 12 റക്അ, 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം എല്ലാ ദിവസവും അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾ, ഗൈറൽ ഫരീള ഫർളല്ലാത്ത സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നവർ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല അയാൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ അവകാശിയായി മാറുമെന്നാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാ ദിവസവും ഫർളിന്റെ കൂടെ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. നിസ്കരിക്കാറുണ്ടോ? 10 നിസ്കരിക്കുന്ന ആളുണ്ടാവും. അതിന്റെ കൂടെ 2 കൂടി കൂട്ടാം. ളുഹറിന്റെ മുമ്പ് 4 ആക്കുക, 2 നിസ്കരിക്കുന്നവർ. പിന്നെ വേറെ ഉണ്ട്. അസറിന് മുമ്പ് 4 ഉണ്ട്, ളുഹറിന്റെ ശേഷം 4 ഉണ്ട്, മഗ്രിബിന്റെ മുമ്പ് 2, ഇശാക്ക് മുമ്പ് 2, ഒന്നുമില്ല. അതൊക്കെ പിന്നെ 20 റക്അത്ത് ഉണ്ട് അങ്ങനെ. പക്ഷേ മുഅക്കദായി 12 റക്അത്ത് നമ്മൾ നിസ്കരിക്കണം. മദ്രസയിൽ നിന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾ 10 ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഈ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് പ്രകാരം 12 റക്അത്താണ്. അത് ളുഹറിന്റെ മുമ്പ് 4 റക്അത്താണ്. മറ്റൊരു ഹദീസിൽ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുബ്ഹിയുടെ മുമ്പും 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, ഇങ്ങനെ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചനം മാത്രമല്ല, സ്വർഗീയ ലോകത്ത് ഒരു കൊട്ടാരം പണിയുമെന്ന്, ഒരു വീട് പണിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നിസ്കരിച്ചാൽ അല്ലാഹു കൊട്ടാരം തയ്യാറാക്കും. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്, നമ്മൾ തയ്യാറെടുക്കേണ്ടത്. നിസ്കരിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ.
പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗമാണല്ലോ. അങ്ങനെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കാനാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞു മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ആരും ചെയ്യാറില്ല. ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ആരും ചെയ്യാറില്ല. ഏതാണ് ആ കാര്യമെന്നറിയോ? മാ മിൻ ഷൈഇൻ അസ്ഖല ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ മീസാനിൽ ഏറ്റവും ഭാരമുള്ള അമൽ ഏതാണെന്നറിയുമോ? ഏതാ? തുലാസിൽ ഏറ്റവും ഭാരമുള്ള അമൽ ഏതാ? പറഞ്ഞോളി, ഏതാണ്? ഖുർആൻ. പിന്നെ പറഞ്ഞു, ഒരാൾ ഓരോന്ന് പറഞ്ഞു. നിസ്കാരം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഭാരം തന്നെ. ഇതിനേക്കാളൊക്കെ ഭാരമുള്ള ഒരു അമലുണ്ട്. അത് അമലല്ല, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ കാര്യമുള്ളവൻ സ്വർഗത്തിലാണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെ. അയാൾക്ക് കൂടുതലായി അമലില്ലെങ്കിലും ഏതാണ് ആ കാര്യമെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയുടെ മീസാനിൽ, തുലാസിൽ ഏറ്റവും ഭാരം നൽകുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, മിൻ ഹുസ്നിൽ ഖുലുഖ്, സൽസ്വഭാവമാണ്. സൽസ്വഭാവമാണ്. സൽസ്വഭാവികളുടെ തുലാസിന് എന്തെന്നില്ലാത്ത ഭാരമായിരിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദിക്റിനെക്കാളും ഖുർആനിനെക്കാളും തസ്ബീഹിനെക്കാളും നിസ്കാരത്തെക്കാളും ഏറ്റവും ഭാരമുള്ളത് സൽസ്വഭാവത്തിനായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന് ദുസ്വഭാവികളെ ഇഷ്ടമേ അല്ല. ദുസ്വഭാവികൾ അല്ലാഹുവിന് ഇഷ്ടമേ അല്ല. എങ്ങനെയാണോ വിറകുകളെ തീ തിന്നു കളയുന്നത്, അതേപോലെ ദുസ്വഭാവികളുടെ അമലുകളെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന്. ദുസ്വഭാവികൾ എത്ര അമല് ചെയ്താലും എത്ര നിസ്കരിച്ചാലും അവരുടെ ദുസ്വഭാവം കാരണത്താൽ അമലുകളെല്ലാം അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അള്ളാന്റെ ഹബീബ പറയുന്നത്, ഒരുപാട് നിസ്കരിക്കുന്ന ഒരു ആബിദായ മനുഷ്യൻ, അയാളുടെ സ്വഭാവം മോശമാണ്. എന്നാൽ തീരെ നിസ്കാരമില്ലാത്തൊരു മുസ്ലിം, അയാളുടെ സ്വഭാവം വളരെ നല്ലതാണ്. ആരാണ് ആദ്യം സ്വർഗത്തിലെത്തുക എന്നറിയോ? സ്വഭാവം നന്നായ മനുഷ്യനാ സ്വർഗത്തിലെത്തുക. എന്തുകൊണ്ടെന്നറിയോ? ആബിദിനെ കൊണ്ട് ഒരുപാട് സൃഷ്ടികൾക്ക് ഇവിടെ പ്രയാസമുണ്ടായി. നിസ്കരിച്ചിട്ട് പടച്ചോൻ എന്ത് കിട്ടാനാ മുഅ്മിനീങ്ങളെ? ഞാനും നിങ്ങളും തഹജ്ജുദ് നിസ്കരിച്ചത് കൊണ്ട് അള്ളാഹ്ക്ക് അവിടെ സ്ഥാനം കൂടാനുണ്ടോ? ഞാനും നിങ്ങളും 5 നേരം പള്ളിക്ക് പോയത് കൊണ്ട് അള്ളാഹുവിന് അവിടെ പ്രമോഷൻ കിട്ടാനുണ്ടോ? അള്ളാഹുവിന് അവിടെ സമ്പത്ത് കൂടാനുണ്ടോ? എന്താ പടച്ചോന് കിട്ടാനുള്ളത്? നമ്മുടെ നിസ്കാരം കൊണ്ട് അള്ളാഹ്ക്ക് എന്തുപകാരമാണുള്ളത്? നമ്മൾക്കല്ലാതെ. അള്ളാഹുവിന് നമ്മുടെ നിസ്കാരം കൊണ്ടൊരു നേട്ടവുമില്ല, നമ്മൾക്കല്ലേ നേട്ടമുള്ളത്. മുഅ്മിനീങ്ങളെ, അപ്പൊ സ്വഭാവം കൊണ്ട് അള്ളാഹുവിന് നേട്ടമുണ്ട്. എന്തേ കാരണമെന്നറിയോ? സ്വഭാവം കൊണ്ട് അള്ളാഹുവിന് നേട്ടമുണ്ട്. കാരണം എന്തെന്നറിയോ? കാരണമുണ്ട്. അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് ആളുകൾ നല്ലത് പറയാൻ തുടങ്ങും. നീ തഹജ്ജുദ് നിസ്കരിച്ചത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആരും നല്ലത് പറയൂല. നീ ഖുർആൻ ഓതിയത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആരും നല്ലത് പറയൂല. നീ 5 നേരം പള്ളിക്ക് വന്നത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആരും നല്ലത് പറയൂല. പിന്നെ നീ സ്വഭാവക്കാരനായാൽ, സൽസ്വഭാവക്കാരനായാൽ, നീ ജോലിക്ക് പോകുന്ന സ്ഥലത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറയും, എന്തോരു നല്ല സ്വഭാവക്കാരനാണയാൽ. മുസ്ലിമീങ്ങളൊക്കെ നല്ല സ്വഭാവക്കാരാണ്, ഇസ്ലാം നല്ല മതമാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങും. നിന്റെ അയൽവാസികൾ പറയാൻ തുടങ്ങും. നീ രാവിലെ എണീറ്റ് തഹജ്ജുദിന് പോകുന്നത് കൊണ്ട്, പള്ളിക്ക് ജമാഅത്തിന് പോകുന്നത് കൊണ്ട് ഒരു അയൽവാസിയും ഇസ്ലാം നല്ല മതമാണെന്ന് പറയൂല. പിന്നെ എപ്പോഴാ പറയുന്നതെന്നറിയോ? നിന്റെ അയൽവാസികളോട് നീ മാന്യമായി പെരുമാറുമ്പോഴാണ്. അയൽവാസികൾക്ക് നിന്റെ മക്കളോടുള്ള പ്രാധാന്യത്തെക്കാളും നിന്റെ അയൽവാസികൾക്ക് നൽകുമ്പോഴാണ്. മതം നോക്കേണ്ട, സംഘടന നോക്കേണ്ട, രാഷ്ട്രീയം നോക്കേണ്ട. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആളുകൾ പറയുന്നത്, മുസ്ലിമീങ്ങൾ എന്തോരു നല്ല മനുഷ്യന്മാരാ, മുസ്ലിമീങ്ങൾ എന്തോരു നല്ല മതക്കാരാണ്, ഇസ്ലാം എത്ര നല്ല മതമാണ്. അപ്പൊ ഏതാ അല്ലാഹുവിന് ഇഷ്ടം? ഏതാണ് അല്ലാഹുവിന് ഇഷ്ടം? നീ നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ പോയി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പിറ്റേ ദിവസം രാവിലെ ജനങ്ങളെ ശല്യം ചെയ്യുന്നതാണോ? അല്ല, രാത്രി നീ ഇങ്ങനെ കിടന്നുറങ്ങി ജനങ്ങൾക്കെല്ലാം നന്മ ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന സൽസ്വഭാവിയായ ഒരാളായി മാറുന്നതാണോ അല്ലാഹുവിന് ഇഷ്ടം? അതുകൊണ്ട് തന്നെ ദുസ്വഭാവിയായ മനുഷ്യന്റെ ആരാധനകൾ എല്ലാം നശിച്ചു പോകും. ആഖിറത്തിലേക്ക് ഒന്നുപോലും ബാക്കിയുണ്ടാവില്ല. സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കുക കൂടി ചെയ്താൽ, നന്മ കൂടി ചെയ്താൽ,
കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് എണ്ണിയാൽ തീരാത്ത പ്രതിഫലമാ ലഭിക്കാൻ പോകുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവസാനമായി നിർത്തുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട്, മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസം. ഏറ്റവും നമ്മൾക്ക് ഉറപ്പുള്ളൊരു പ്രതിഭാസം. ലോകത്ത് ഒരാൾക്ക് എന്താണ് ഏറ്റവും ഉറപ്പുള്ളത് എന്ന് ചോദിച്ചാൽ, ഞാൻ മരിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് ഒരാൾക്ക് പറയാൻ വേറൊരു ഉറപ്പും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരണത്തെ ഒരാൾ ഓർത്തുകൊണ്ടേയിരുന്നാൽ, നിരന്തരമായി മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല 3 ബഹുമതികൾ നൽകുമെന്നാ പറഞ്ഞത്. നിരന്തരമായി മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല 3 ആദരവുകൾ നൽകുമെന്നാ പറഞ്ഞത്. അതിലൊന്നാമത്തേത് തഅജീലു തൗബ, തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകും. മരിക്കുമെന്ന ചിന്തയുള്ള ഒരാൾക്ക്, ഞാൻ നാളെ മരിക്കുമെന്നൊരാൾ ചിന്തിച്ചാൽ അയാൾ ഇന്ന് തൗബ ചെയ്യൂലേ മുഅ്മിനീങ്ങളെ? ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഞാനെങ്ങാനും മരിച്ചു പോയാൽ, എത്രയോ ആളുകളാണ് ഭൂമിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഉറക്കത്തിൽ മരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെ ഞാനും ഈ ഉറക്കത്തിൽ മരിച്ചു പോയാൽ എന്താ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയുന്നത്? ബിസ്മിക റബ്ബി വലഅതു ജംബി, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നു അല്ലാ. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നുണ്ട്, ഇന്നം സക്ത നഫ്സി ഫർഹംഹാ, എന്റെ ഈ ഉറങ്ങുന്ന സമയത്ത് മരണത്തോട് സമാനമായ ഉറക്കാണല്ലോ. ഉറക്കെന്ന് പറയുന്നത് മരണത്തോട് സമാനമാണല്ലോ. അതുകൊണ്ട് എന്റെ ആത്മാവ് ആകാശത്തിലാണ്. ആ ആത്മാവിനെ, റൂഹിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാതെ നീ അവിടെ തന്നെ പിടിച്ചു വെച്ചാൽ ഫർഹംഹാ, എന്റെ ആത്മാവിനോട് നീ കാരുണ്യം കാണിക്കണേ അല്ലാ. ഉറങ്ങുമ്പോ പറയുന്നത് എന്തെന്നറിയോ? ഞാൻ മരിക്കാണെന്നാ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ മരിക്കുന്നു. രാവിലെ എണീറ്റുടനെ പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹി നുശൂർ, പടച്ചോനെ എന്റെ മരണശേഷം എന്നെ ജീവിപ്പിച്ചതിന് നിനക്ക് നന്ദി. എന്റെ മരണശേഷം എന്നെ ജീവിപ്പിച്ചതിന് നിനക്ക് നന്ദി, നിന്റെ പേര് കൊണ്ട് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ കിടക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ കിടക്കുന്നു, എന്റെ ആത്മാവിനെ നീ അവിടെ പിടിച്ചു വെച്ചാൽ എന്റെ ആത്മാവിനോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാ. അഥവാ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നിരന്തരമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. തെറ്റുവന്നാൽ ഉടനെ തൗബ ചെയ്യുന്നവരാകും. അതേപോലെ തന്നെ രണ്ടാമത്തേത്, അയാൾക്ക് എന്തു കിട്ടിയാലും തൃപ്തിയുണ്ടാകും. മൂന്നാമത്തേത്, ആരാധനകളിൽ മാധുര്യമുണ്ടാകും. മുഅ്മിനീങ്ങളെ, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 2 കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതിലൊന്ന് കുടുംബബന്ധം ചേർക്കലാണ്. സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ സ്വതഖ ചെയ്താലും ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളോട്, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു വിഷയമുണ്ട്. എന്തെന്നറിയോ? നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത്, നമ്മുടെ മാതാപിതാക്കൾ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത്, ഒരു പക്ഷേ നമ്മുടെ ഖബറിടം നരകമാണ്. ഇമ്മാനാർ, ഒന്നുകിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ സമീപത്ത് പോയി നിരന്തരമായി കരഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? രാത്രിയായാൽ ഒരു റക്അത്താണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിത്ർ നിസ്കരിക്കാറുള്ളത്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കാൻ തുടങ്ങിയാൽ സുബഹി നിസ്കാരം വരെ വിത്ർ നിസ്കാരത്തിലാണ്. ആദ്യത്തെ റക്അത്തിൽ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ തുടങ്ങും. സൂറത്തുൽ ബഖറ തീർന്ന് അടുത്ത സൂറത്തായി അവസാനം സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന ആയത്ത് ഓതുമ്പോഴായിരിക്കും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേൾക്കുന്നത്. കസീറൻ മാ യൂതിറു ബിറകഅത്തിൻ വാഹിദ, ബഹുഭൂരിഭാഗം ദിവസങ്ങളിലും മഹാനായ ഉസ്മാൻ തങ്ങൾ ഒരൊറ്റ ഒരു റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ. ആ റക്അത്തിൽ ഒരു ഖത്തം ഖുർആൻ ഓതി തീർക്കാറുണ്ടായിരുന്നു. ആ ഉസ്മാൻ തങ്ങളാണ് ഖബറിന്റെ സമീപത്ത് പോയി നിരന്തരമായി കരഞ്ഞത്. ഖബറാണ് ഏറ്റവും വലിയ പ്രയാസം, ഖബറാണ് ഏറ്റവും വലിയ ദുരിതം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിരന്തരമായി ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണം. ഖബർ വലിയ പ്രയാസമാണ്, ഒന്നുകിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതം
ജീവിതം കഴിഞ്ഞാൽ അയാൾ ആദ്യത്തെ നേരിടുന്ന വെല്ലുവിളി ഖബറിലുള്ള വെല്ലുവിളിയാണ്. ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത്, പരീക്ഷ നടക്കുന്നത് ഖബറിലാണ്. അവിടെ വിജയിച്ചാൽ പിന്നെ എല്ലാം വിജയമാണ്, അവിടെ തോറ്റുപോയാൽ പിന്നെ എല്ലാം തോൽവിയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഇന്ന് ഖബറിടത്തിലായിരിക്കാം. നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമ്മമാർ, നമ്മുടെ വല്യമ്മമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും ഇന്ന് മരിച്ചു പോയിട്ടുണ്ടാകാം. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ട്. പിന്നെയോ ആ ഖബറാളിക്ക് അല്ലാഹു തആല ശക്തമായ ശിക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഖബറിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇന്നലെ വരെ നരകത്തിന്റെ ശിക്ഷയാണ്. മഹാനായ മുൻകർ നക്കീർ ദണ്ഡുകൾ കൊണ്ട് ആഞ്ഞടിച്ച് ഖബറിങ്ങനെ ഇടുക്കി ചേർത്ത് സർപ്പവും പാമ്പുകളും തേളുകളും വിഷസർപ്പങ്ങളും കൊണ്ട് ഖബറിൽ ഇങ്ങനെ പൊറുതിമുട്ടി നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു പിതാവ്, ഒരു മാതാവ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലാഹു തആല സ്വർഗീയ സുഖങ്ങൾ നൽകുമ്പോൾ ആ ഖബറാളി അല്ലാഹുവിനോട് ചോദിക്കുമത്രേ, അന്നാലി ഹാദാ, അല്ലാഹുവേ, എങ്ങനെയാണ് എന്റെ ഖബറിടം മാറിയത്? ഇന്നലെ വരെ നരകത്താലുള്ള ഭയാനകമായ ശിക്ഷയായിരുന്നല്ലോ. ഇന്നലെ വരെ ഖബർ ഇങ്ങനെ ഇടുക്കി ചേർത്ത് പ്രയാസപ്പെടുത്തിയ, പ്രയാസങ്ങൾ അനുഭവിച്ച എനിക്ക് ഇന്നെങ്ങനെ മാറ്റമുണ്ടായി എന്ന് ഖബറാളി അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നത്, ബിസ്തിഗ്ഫാരി വലദികാലക, നിന്റെ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മക്കള് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്തതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകണമെന്ന്. ആ മക്കളുടെ പ്രാർത്ഥന കാരണം നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ സ്വർഗീയമാക്കാൻ നമ്മൾക്ക് കഴിയും. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ രാത്രി ഇവിടെ ഒരുമിച്ച് കൂടുന്ന നമ്മൾക്കെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ വെളിച്ചമാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആളുകളോട്, എത്രയോ സ്നേഹിച്ച് പോറ്റി വളർത്തിയ നമ്മുടെ മാതാവ്, നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോ രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന മാതാവ്, നമ്മൾക്കൊരു പനി വരുമ്പോൾ നമ്മൾക്ക് വേണ്ടി ശരീരത്തിന്റെ വേദന വെച്ച മാതാവ്, നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പട്ടിണി കിടന്ന മാതാവ്, മരണസമാനമായ വേദന സഹിച്ചുകൊണ്ട് ലേബർ റൂമിൽ ഒച്ച വെച്ച് കരഞ്ഞ് നമ്മൾക്ക് വേണ്ടി പ്രയാസം അനുഭവിച്ച് നമ്മൾക്ക് പ്രസവിച്ച നമ്മുടെ മാതാവ്, ആ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയല്ലയോ? നമ്മൾക്ക് വേണ്ടി ഊണും ഉറക്കുമില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസങ്ങൾ അനുഭവിച്ച് നിരന്തരമായി ഒരുപാട് യാതനകൾ സഹിച്ചുകൊണ്ട് വീടുണ്ടാക്കി തന്നു, പഠിപ്പിച്ചു, പോറ്റു വളർത്തിയ മാതാവ്. അങ്ങനെ മാതാവോ പിതാവോ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വല്ലിപ്പയോ വല്യമ്മയോ ഭർത്താവോ ഭാര്യയോ സഹോദരങ്ങളോ മക്കളോ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ രാത്രി അവരുടെ പേരിൽ ഒരു 2000 രൂപ സ്വതക്ക ചെയ്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, ഇന്നത്തെ രാത്രി അവരുടെ ഖബറിടങ്ങൾ സ്വർഗീയമാക്കി മാറ്റാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ തയ്യാറുണ്ടോ? അവരുടെ ഖബറിടം ഇന്നത്തെ രാത്രി അല്ലാഹുവിനോട് ദുആ ചെയ്യിപ്പിച്ച് വെളിച്ചമാക്കി സ്വർഗീയമാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയൂലേ? നബി തങ്ങളുടെ ഹദീസ് അല്ലയോ, ബിസ്തിഗ്ഫാരി വലദികാലക, ജീവിച്ചിരിക്കുന്ന നിന്റെ മക്കളുടെ പ്രാർത്ഥന കാരണത്താലാണ് നിന്റെ ഖബറിടം ഞാൻ വെളിച്ചമാക്കിയത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ അങ്ങനെ ചെയ്താൽ നാളെ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാകും. നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാകും. ഒരാളുണ്ട്, അല്ലാഹുവേ, 2 ആളുണ്ട്, 3 ആളുണ്ട്, 4 ആളുണ്ട്. അല്ലാഹുവേ, സഹോദരിമാരെ ഒന്ന് കൈപ്പൊക്കണം, നമ്മൾക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. 5 ആളുണ്ട്, കഴിയുമെങ്കിൽ എല്ലാവരും കൊടുത്തോളൂ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയായി മരിച്ചു പോയിട്ടുണ്ടാവൂലേ? നമ്മുടെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമ്മമാർ, നമ്മുടെ വല്യമ്മമാർ, നമ്മുടെ വല്യപ്പമാർ ഒന്നിങ്ങനെ നടന്നു നോക്ക്. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ, ഇങ്ങനെ നടക്ക്, പെണ്ണുങ്ങളുടെ ഭാഗത്തു നടക്ക്, ആണുങ്ങളുടെ ഭാഗത്തു നടക്ക്, സഹോദരിമാരൊന്ന് ഇടയിൽ ഇങ്ങനെ നടക്ക്. ഇന്നത്തെ ഈ രാത്രി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കണം. ആത്മാർത്ഥമായി സ്വതക്ക ചെയ്യണം സഹോദരങ്ങളെ. അല്ലാഹുവേ, ഈ മഹത്തായ സ്വതക്ക നൽകുന്ന ആളുകൾ അവരേറ്റെടുക്കുന്ന ഓരോ രൂപയ്ക്കും ലക്ഷോപലക്ഷങ്ങൾ പ്രതിഫലമായി അവരുടെ ഉപ്പയുടെ ഉമ്മയുടെ കുടുംബങ്ങളുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. നിങ്ങളെ ഇനി ആരാ ഉള്ളതെന്ന് നിങ്ങൾ നടന്നോളൂ, എന്നെങ്ങനെ നിൽക്കല്ല, സമയമില്ലേ, 9:53 ഇങ്ങനെ നടക്കപ്പോൾ ഒരാളുകൾ തരും.
ഓരോ റോൾ ഇങ്ങനെ നടക്കുക. ആളുകൾ ഇന്ന് നിങ്ങളെ മരണപ്പെട്ടു പോയില്ലേ, ആത്മാർത്ഥമായിട്ട് കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് ഈ രാത്രി തന്നെ അവരുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയും. ഒന്നുമില്ല, നമ്മുടെ കഴിവല്ല ഇത്. അള്ളാഹുവിന്റെ ഹബീബാ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത്. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ പിതാവിന് ദുആ ചെയ്യുന്ന മക്കളുണ്ടാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? വവലദുൻ സാലിഹുൻ യദ്ഉല, ദുആ ചെയ്യുന്ന മക്കൾ ഇട്ടേച്ച് പോണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാത്? നമ്മൾ എപ്പോഴെങ്കിലും ഖബറിൽ പ്രയാസം അനുഭവിക്കുമ്പോ ഈ മക്കൾ ദുആ ചെയ്താൽ ഉപകാരമുള്ളത് കൊണ്ടല്ലേ ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലേ? ദുആ ചെയ്യുന്ന മക്കളുടെ ഉണ്ടാക്കണം. എന്തിനാ പറഞ്ഞത്? ഖബറിൽ എപ്പോഴെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മക്കൾ ദുആ ചെയ്യും, അതുകൊണ്ട് നീ രക്ഷപ്പെടും. അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന മക്കളുടെ ആവശ്യം എന്താ ഇതിന്റെ ആവശ്യം? നബി തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. നിങ്ങൾ ഖബറിൽ പ്രയാസം അനുഭവിക്കുമ്പോ നിങ്ങളുടെ മക്കൾ ദുആ ചെയ്താൽ ആ ഖബർ വെളിച്ചമാകും. അതാ നമ്മളിവിടെ ചെയ്യുന്നത്, വേറൊന്നുമില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെയും ഞങ്ങളുടെയും ആഫിയത്തിന് വേണ്ടി നമ്മൾക്ക് സംഭാവന ചെയ്യാം. സ്വതക്ക ചെയ്താൽ രോഗങ്ങളെ സ്വതക്ക നൽകി ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങളുടെ തൊട്ടടുത്താണല്ലോ നിലമ്പൂരല്ല, പെരിന്തൽമണ്ണ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. 4ാമത്തെ സ്റ്റേജിൽ നിന്നാണ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞത്. 4th സ്റ്റേജിൽ നിന്നാണ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞത്. ക്യാൻസർ കാരണം ഡോക്ടർമാരെല്ലാം എഴുതിത്തള്ളിയ ഒരു രോഗി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഇതുപോലെയുള്ള വാലിന്റെ സദസ്സുകളിലേക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും ഒരുമിച്ച് കൂടുന്ന വാലിന്റെ സദസ്സുകളിലേക്ക് പോയി 6,666 രൂപ സംഭാവന ചെയ്യിപ്പിച്ചിട്ട് ഓരോ ഉസ്താദുമാരോട് 10,000കണക്കിന് ആളുകളുള്ള സദസ്സുകളിൽ വെച്ച് ദുആ ചെയ്യിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത്ഭുതം കാണിച്ചു. സഹോദരങ്ങളെ, ഡോക്ടർമാർ എഴുതിത്തള്ളിയ രോഗി ഇന്ന് വളരെ ആഫിയത്തോടെ ജീവിക്കുന്നുണ്ട്. നല്ലൊരു ബിസിനസ്മാനാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ലൊരു ബിസിനസ്മാനാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളായിട്ടില്ല. അല്ലാഹു സാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. പേര് പറയാത്തത്, സ്ഥലത്തിന്റെ കൃത്യമായ പേരും ആ വ്യക്തിയുടെ പേരും പറയാത്തത് അറിയാത്തത് കൊണ്ടല്ല, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്, ഡോക്ടർമാര് കൈയൊഴിഞ്ഞപ്പോഴും എനിക്ക് രക്ഷയായത് ഇതുപോലെയുള്ള സദസ്സുകളിലുള്ള പ്രാർത്ഥനയായിരുന്നു എന്ന്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾക്ക് മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിൽ മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ, ക്യാൻസർ പോലെ കിഡ്നി പേഷ്യന്റ് ആവുന്നത്, ഷുഗർ ആവുന്നത്, കൊളസ്ട്രോള്, അറ്റാക്ക് വരുന്നത്, പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്, മക്കളുടെ മരണം, ഭാര്യയുടെ മരണം, ഭർത്താവിന്റെ മരണം, മാതാപിതാക്കളുടെ മരണം, സഹോദരങ്ങളുടെ മരണം, ഇതെല്ലാം ഒരു അപകടങ്ങളാണല്ലോ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജീവിതത്തിൽ ശർറായ ഖലാ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന സ്വതക്കയും നമ്മുടെ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ കോടതിയിൽ പോയി ഈ ഖലാഉമായി മൽപിടുത്തം നടത്തുമെന്ന്, യുദ്ധം നടത്തുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റാൻ നമ്മുടെ സ്വതക്കയ്ക്കും ദുആഇനും കഴിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ കുടുംബത്തിൽ അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളില്ലെങ്കിൽ നിങ്ങളോടാ ഞാൻ പറയുന്നത്, ഇൻഷാ അല്ലാഹ്, അല്ലാഹുവേ, മരണം വരെ എന്റെ ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാഹ്.